ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ അനിൽകുമാർ, ജനങ്ങളെ പിടിയുന്ന പിടിഞ്ഞം പദ്ധതി എന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പരിഹസിച്ചത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. കരാറിൽ ഒപ്പിട്ട മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്നും കരാറ് തന്നെ അഴിമതിയാണെന്നും അദാനി മോദി കൂട്ടുകെട്ടിന് അന്നത്തെ മുഖ്യമന്ത്രി ചൂട്ടുപിടിച്ചതാണെന്നും പറഞ്ഞ് അതന്നത്തെ ചോരത്തിളപ്പിന് പരിഹസിച്ച LDFന്റെ നേതാക്കൾ ഇന്ന് ഈ പദ്ധതി തങ്ങളുടെ കുഞ്ഞാണെന്ന് വാദിക്കുന്നതിൽ എന്തർത്ഥം? അത് ഉത്തരം പറ. അത് ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന കാലത്ത് ഒരു വെള്ളി രൂപ കേരള ഖജനാവിൽ നിന്നും വിഴിഞ്ഞത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല. പണം മുടക്കിയിട്ടുമില്ല. പണം മുടക്കിയത് LDF സർക്കാരാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. ആ സർക്കാരിന്റെ കാലത്ത് പണിത പദ്ധതിയുടെ കുഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കുഞ്ഞാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. ഞങ്ങളെ കേരളത്തെ സോമാലിയ എന്ന് വിളിച്ച ഒരാളാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമർപ്പിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. എന്നിട്ട് കേരളത്തെ സോമാലിയ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഒരാൾ, കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വികസിത സങ്കല്പ ഭാരതത്തിന്റെ 2047 കുതിപ്പിന്റെ കൊടി ഇതാ കേരളത്തിൽ ഉയർന്നിരിക്കുന്നു. കപ്പലുണ്ട് കുറിക്കുന്നതിന്റെ പൈസ പോലും അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അന്നത്തേതുണ്ട്. എവിടെ പോണു? വെള്ളം കുടിക്കും. അതിൽ അദ്ദേഹം തുടങ്ങുന്ന മലയാളിയുടെ വികസന മോഹങ്ങളുടെ മറവിൽ 6000 കോടി രൂപ വില വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി എത്രയും വേഗം നടപ്പാക്കണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് ഏതെങ്കിലും കോർപ്പറേറ്റ് കൊള്ളയടിക്കാനുള്ള വേദിയാക്കരുത് എന്നതും. അദാനി ഗ്രൂപ്പ് നരേന്ദ്രമോദിക്കും ഉമ്മൻചാണ്ടിക്കും ഒരേപോലെ പ്രിയപ്പെട്ടതാകുന്നതും ആ ഗ്രൂപ്പ് ഗുജറാത്തിലും കേരളത്തിലും കൊള്ളയടിക്ക് അവസരമൊരുക്കുന്നതും ജനമധ്യത്തിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. വൻതോതിലുള്ള കോർപ്പറേറ്റ് ഉപജാപങ്ങളിലൂടെയും വികസനത്തിന്റെ കപടമായ പൊലിപ്പും തൊങ്ങലും അണിയിച്ചുമാണ് അഴിമതിക്ക് കളമൊരുക്കുന്നത്. ഇത് അനുവദിക്കാനാവില്ല. കേരളത്തിലും തലസ്ഥാന ജില്ലയ്ക്ക് രാജ്യത്തിനാകെ പ്രയോജനപരമാകും വിധം ആർക്കും കൊള്ളയടിക്കാൻ അവസരം നൽകാതെ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയേ തീരൂ. അതിനായി ജനങ്ങളുടെ സംഘടിതമായ ശബ്ദം ഉയരേണ്ടതുണ്ട്. അപ്പോ ഈ കോർപ്പറേറ്റ് കൊള്ളയടിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയും അദാനിയും നരേന്ദ്രമോദിയും കൂട്ടുകച്ചവടം നടത്തിയെന്ന് ആരോപിച്ച പിണറായി വിജയനെ കൊണ്ട് ഇപ്പോ നേരത്തെ അനിൽകുമാർ പറഞ്ഞത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ അതേ പിണറായി വിജയനെ കൊണ്ട് ഇന്ന് നരേന്ദ്രമോദി അദാനിയുടെ സാന്നിധ്യത്തിൽ ആ ചടങ്ങിലിരുത്തി വിഷമിറക്കുകയാണോ? എന്തായാലും ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിന് വളരെ സന്തോഷമായി കാണും. കാരണം ഇത്തരം ഒരു ചോദ്യം ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കാൻ ഇടയായല്ലോ. ഞാൻ ഇതിനെല്ലാം കൂടെ ഉത്തരം പറയാൻ കാത്തിരിക്കുകയാണ്. ആണോ? ഭയങ്കര. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ ഇവിടെ പറഞ്ഞു രാജ്യത്തിന്റെ അഭിമാനമാണ്. അതിന് നരേന്ദ്രമോദി ഒരു വെള്ളി രൂപ ആ സർക്കാർ മുടക്കിയിട്ടില്ല. അതിനൊന്നുമില്ലേ? ഇനി അങ്ങ് ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയാം. ഒന്ന്, വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡസൻ കണക്കിന് സമരങ്ങളാണ് ഇടതുപക്ഷം നടത്തിയത്. എന്തോ എങ്ങനെ? ഉമ്മൻചാണ്ടി കല്ലിടും മുമ്പും വിഴിഞ്ഞമുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുണ്ട്. പദ്ധതിക്ക് വേണ്ടി അവിടെ കെട്ടിടം വരെ പണിതു. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. അതിനുവേണ്ടി ടെൻഡർ വിളിച്ചു. പക്ഷെ അന്നിരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം മലയാളിയായ AK ആന്റണി ഉണ്ടായിട്ടും അനുമതി തന്നില്ല. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഇതിന് മലയാളിയായ കേന്ദ്രമന്ത്രി തരാതിരുന്നല്ലോ. ആ കൺസോർഷ്യത്തിലെ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടിയില്ല. അതല്ലേ അന്നത്തെ പ്രശ്നം. അതല്ല ഉദ്ദേശം. ഇന്ത്യ രാജ്യത്ത് അന്നത്തെ AK ആന്റണി സർക്കാർ, കോൺഗ്രസ് സർക്കാർ അനുമതി തന്നിരുന്നെങ്കിൽ വിഴിഞ്ഞം VS അച്യുതാനന്ദന്റെ കാലത്തെ നടപ്പാകുമായിരുന്നു. അയ്യോ ഉമ്മൻചാണ്ടിക്കല്ലേ ഉമ്മൻചാണ്ടിക്കല്ലേ എന്ന് പറഞ്ഞ് നടക്കത്തില്ല. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഈ പോർട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന കരാറുകാരനാ ടെൻഡർ കൊടുത്ത് ടെക്നിക്കൽ കരാറെല്ലാം അംഗീകരിച്ചിട്ട് കരാർ കൊടുത്തിരിക്കുന്നത്. അവർ പണിതോളും, കാശ് കൊടുത്താൽ മതി. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. കിബിക്ക് വേണ്ടി 1 ലക്ഷം കോടി രൂപ മുടക്കാൻ കഴിയുന്ന ഒരു LDFന് ഒരു പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി 10,000 കോടി കണ്ടെത്താൻ എന്താ പാട്? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? ഇപ്പൊ 10,000 പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഏതാണ്ട് 6,500 7,000 കോടിക്ക് ആദ്യഘട്ടം പണി പൂർത്തിയായില്ലേ?
അപ്പം നമുക്ക് എന്താണ് ആദ്യഘട്ടം പണി പൂർത്തിയാക്കിയാൽ എല്ലാ ബാങ്കുകാരും ഇങ്ങോട്ട് കാശ് തരും. നമ്മുടെ തർക്കം 6000 കോടിയുടെ അഴിമതി ആരോപിച്ച ആ കരാറുമായി അത് പിണറായി വിജയൻ കേൾക്കണം. മുഖ്യമന്ത്രി ആ ആയപ്പോൾ കരാറിലെ മുന്നോട്ട് പോകാനുള്ള ബാധ്യത എന്തായിരുന്നു? ആ കരാറിലെ 38(1) എന്നൊരു ക്ലോസ് ഉണ്ട്. ബഹുമാനപ്പെട്ട PG എന്ന് നോക്കണം. അങ്ങ് നോക്കിയാൽ അങ്ങ് കാണും. ഈ കരാർ കേരള സർക്കാർ ഏകപക്ഷീയമായി റദ്ദാക്കിയാൽ 18,000 കോടി രൂപ നഷ്ടപരിഹാരം അദാനിക്ക് കൊടുക്കണം. ഉമ്മൻചാണ്ടി കേരളത്തെ കൊണ്ട് കുടുക്കിയിട്ടു. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. സംസ്ഥാനത്തിന് 18,000 കോടിയോളം നഷ്ടം വരണ്ടെന്ന് വിചാരിച്ച് അഴിമതിയുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നു ഇടതുമുന്നണി സർക്കാരിന്. ഇപ്പൊ കരാർ ഒപ്പിട്ടതിന് ശേഷം 2015 ജൂണിന് ശേഷം ഞാൻ നേരത്തെ വായിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പിണറായി വിജയൻ പറയുന്നതിൽ ഒരു ഭാഗം, ഒറ്റ ടെൻഡർ സ്വീകരിക്കാനുള്ള തീരുമാനം ധൃതി വെച്ചെടുത്തതിന്റെ കാരണങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചേ തീരൂ. ടെൻഡർ സാധ്യത പരിഗണിക്കാതെ ഇങ്ങനെ ഏകപക്ഷീയമായി സിംഗിൾ ടെൻഡർ സ്വീകരിച്ചത് കാലതാമസം എന്ന കാരണത്തിൽ ന്യായീകരിക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രിക്ക് ഇതിന്റെ പിന്നിൽ എന്ത് അജണ്ടയാണുള്ളത്? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. റീടെൻഡർ സാധ്യത പരിഗണിക്കാത്തതിന് അന്നത്തെ മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്ന, അതിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന പിണറായി വിജയന് അദ്ദേഹത്തിന് ജനങ്ങൾ അധികാരം നൽകിയപ്പോൾ ഈ സാധ്യത പരിഗണിക്കാതിരിക്കുന്നതിന് ഇതേ നാണയത്തിലല്ലേ സത്യത്തിൽ തിരിച്ചു ചോദിക്കേണ്ടത്? താലി കെട്ട് കഴിഞ്ഞാണോ പെണ്ണ് കാണാൻ പോണത്? ഈ ടെൻഡർ എന്ന് പറഞ്ഞ ഏത് ഘട്ടത്തിലാണ്? വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. കരാർ ഉണ്ടാകും മുമ്പാണ്. നമ്മളൊരു പെണ്ണ് കാണാൻ പോകുമ്പോൾ അല്ലെ ചെറുക്കൻ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ അതിന് ഓഫർ എന്ന് പറയും. ടെൻഡർ എന്ന് പറഞ്ഞ ഒരു ഓഫറാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അല്ലെ ചെറുക്കൻ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, തിരിച്ചു ഇഷ്ടപ്പെട്ടു, താലി കെട്ടി. ഉമ്മൻചാണ്ടി അദാനി കമ്പനിയായിട്ട് താലി കെട്ടി കരാറുണ്ടാക്കി. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കരാറുണ്ടാക്കി കഴിഞ്ഞാൽ അത് റദ്ദു ചെയ്താൽ 18,000 കൂടി കൊടുക്കണം. അപ്പൊ പിന്നെ വേറെ ടെൻഡർ വിളിക്കാൻ പറ്റുമോ? അതല്ലേ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. 6000 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ ഇതിൽ സംസ്ഥാനത്തെ ജനങ്ങളെ പിടിയുന്ന പിടിഞ്ഞമാണെന്ന് അന്ന് പ്രതിപക്ഷം എടുത്ത നിലപാട് നിങ്ങൾ 10 വർഷം അധികാരത്തിലിരിക്കുമ്പോൾ അതേക്കുറിച്ച് അന്വേഷണം നടത്തിയോ? അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കണ്ടെത്തിയോ? ഈ കരാറിലെ വ്യവസ്ഥകൾ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളും 6000 കോടി രൂപയുടെ കടൽക്കൊള്ളയാണ് എന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, അന്ന് സഖാവ് പിണറായി പറഞ്ഞത് ഞങ്ങളുടെ ബോധ്യമാണ്. ആ രാഷ്ട്രീയ ബോധ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഞങ്ങളൊരു രാഷ്ട്രീയ തീരുമാനമെടുത്തു. എന്താണ് രാഷ്ട്രീയ തീരുമാനം? നിങ്ങൾ പറഞ്ഞ പോലെ 1940 മുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം ഇനി ഈ രാഷ്ട്രീയ തർക്കത്തിന്റെ ഭാഗമായി നീണ്ടുപോകേണ്ടതില്ല. എന്നിട്ട് അതുകൊണ്ട് ചെറുപ്പക്കാരുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന നിലയ്ക്ക് ഇവിടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം. അതുകൊണ്ട് എന്ത് വേണം? ഈ പദ്ധതി നടക്കട്ടെ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. പക്ഷേ കരാറിൽ ഏർപ്പെട്ടവരുടെ ഉദ്ദേശം ഗൂഢമായിരുന്നു, അഴിമതിയായിരുന്നു ഉദ്ദേശമെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനോ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനോ ഒരു നിയമ തടസ്സവും ഇല്ലല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അവരെ എക്സോണറേറ്റ് ചെയ്തു? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒറ്റ ടെൻഡറുള്ള അദാനി ഗ്രൂപ്പിന് എന്തുകൊണ്ട് ഈ കരാർ അവാർഡ് ചെയ്ത് കിട്ടിയെന്ന് നിയമം പരിശോധിക്കണം. ആ നിയമപരമായി നിരസിക്കുന്ന ഒരു കാര്യമാണത്. അതിലെ വ്യവസ്ഥകൾ നമുക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിച്ചത് ഇതിന്റെ പിന്നിൽ നടത്ത രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചും അതുവഴി നേടിയ അഴിമതിയെക്കുറിച്ചും ജനങ്ങളോട് നിങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ജനങ്ങൾ നിങ്ങൾക്ക് മാൻഡേറ്റ് തന്ന അധികാരത്തിൽ 2 തവണയായി തുടർച്ചയായി ഇരുത്തുകയാണ്. 10 വർഷം പൂർത്തിയാക്കി. നിങ്ങൾക്ക് അതേക്കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞോ? അന്വേഷിച്ചിട്ട് എന്തെങ്കിലും തെളിവുണ്ടായോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.